1,000 Hajis are going for this pilgrimage. The government is making all efforts to give the support to this program, and the airport is providing all facilities in its premises for this camp and also immigration process. And government officials, 1,400 Hajis are accompanying them to there. Tomorrow is the first flight from here. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ കൊച്ചിയിൽ നിന്ന് ഹാജിമാർ പുറപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കേരളത്തിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള എയർപോർട്ടും ഹജ്ജ് ക്യാമ്പും കൊച്ചിയിൽ ആണ് എന്നത് തികച്ചും നമുക്ക് അഭിമാനകരമാണ്. കൊച്ചിയിൽ നിന്ന് പോകുന്ന ഹാജിമാരിൽ കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളെയും വളരെ മാന്യമായി ഗംഭീരമായി ഭക്തസാന്ദ്രമായി യാത്രയാക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട സംസ്ഥാന നിയമ വകുപ്പ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തും പരിസരത്തുമുള്ള സാമൂഹിക സംഘടനകളുടെ നേതാക്കളും ജനപ്രതിനിധികളും ഹാജിമാരെ പറഞ്ഞയക്കാൻ വളരെ ആവേശത്തോടെ ഇവിടെ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഒത്തൊരുമിച്ച് നടത്തിയ ഈ വലിയ ചടങ്ങ് നമ്മുടെ കേരളത്തിന് അഭിമാനകരമാണ്. മതമൈത്രിയും സൗഹാർദ്ദവും എല്ലാ ഐക്യവും മനുഷ്യർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് മതപരമായ ചടങ്ങുകൾ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം യാത്രകളിലൂടെയാണ് നമുക്ക് വലിയ ഒരു മനസ്സ് നേടിയെടുക്കാൻ കഴിയുക. തീർത്ഥയാത്രകളുടെ രഹസ്യവും അതാണ്. ഈ ചടങ്ങ് വിജയിപ്പിച്ച എല്ലാവരോടും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേകമായ സന്തോഷങ്ങൾ അറിയിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ഹജ്ജ് നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തീർത്ഥാടനം ആത്മീയത കൈവരിക്കുമെന്നും ഒപ്പം സ്വഭാവത്തെ മാറ്റിമറിച്ച് പുതിയ ഒരു മനുഷ്യനായി മാറ്റുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചി എയർപോർട്ടിൽ ഹജ്ജ് ക്യാമ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഹജ്ജ് ആത്മീയ ചൈതന്യത്തിന് പുറമെ നാഥൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനും രാജ്യത്തിനും സമൂഹത്തിനും കൂടുതൽ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുമെന്നും പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച സംസ്ഥാന ഹജ്ജ് ചെയർമാൻ ശ്രീ മുഹമ്മദ് ഫൈസി അഭിപ്രായപ്പെട്ടു. സ്വാസംഘം ചെയർമാൻ മുഹമ്മദ് മുഹ്സിൻ MLA, അൻവർ സാദത്ത് MLA, ബെന്നി ബെഹനാൻ MP, ജെബി മേത്തർ MP, റോജി M. ജോൺ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അഡ്വക്കേറ്റ് V. അബ്ദുൽ ഗഫൂർ, ജലീൽ TV ബ്ലോക്ക് പ്രസിഡന്റ് TV പ്രതീഷ്, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സയ്യിദ് CT ഹാഷിം തങ്ങൾ, KSM ഷാജഹാൻ സഖാഫി, സിയാൽ ഡയറക്ടർ മനോജി, ഷബീർ മണക്കാടൻ, MJC സംസ്ഥാന സെക്രട്ടറി PKM കരീം ഹാജി, മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, വളണ്ടിയർമാർ, ഹാജിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ സിയാലിൽ ഹാജിമാർക്ക് ID കാർഡ് വിതരണോദ്ഘാടനം ജനറൽ കൺവീനർ സഫർ കെ ഖയാൽ നടത്തി. നാളെ രാവിലെ നടക്കുന്ന ഫ്ലാഗ് ഓഫ് കർമ്മം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിക്കും. ഹജ്ജ് എന്ന് പറയുന്ന തീർത്ഥയാത്രക്ക് ആരംഭിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെല്ലാം വകുപ്പ് മന്ത്രി ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും രേഖകൾ കൈമാറുന്ന ചടങ്ങും ഇവിടെ നടത്തുമ്പോൾ അതിനുവേണ്ടി എല്ലാ ഹാജിമാരും മനുഷ്യന്റെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നു, ചെറിയ മനസ്സിനെ എങ്ങനെ വിശാലമാക്കുന്നു എന്ന ദർശനമാണ് ഇവിടെ അവതരിപ്പിച്ചത്. 138 രാജ്യങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ട്. ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. ആ യാത്രകൾ ജീവിതത്തിന് ഉപാധി തേടിയിട്ടുള്ള യാത്രകളാണ്. പഠനം കഴിഞ്ഞ് അവിടെ പോകുന്നു, ജോലിക്ക് പോകുന്നു. ഇപ്പോൾ ആളുകൾ പഠനത്തിന് തന്നെ പോകുന്നവരുണ്ട്. അല്ലാതെ ജോലിയുടെ തിരക്കിൽ നിന്ന്, ആത്മസംഘർഷങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ അതും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ആഭ്യന്തര യാത്രകളും വരുന്നുണ്ട്, വിദേശ ടൂറിസം. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെയും
ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഹജ്ജ് ചെയ്യുക എന്ന് വെച്ച് ഒരു മുസ്ലിമാനെ സംബന്ധിച്ചോളം അത് വലിയൊരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും. ആ തീർത്ഥയാത്രയുടെ കൊച്ചിയിൽ നിന്നുള്ള തുടക്കമാണ് ഇവിടെ നമ്മളെല്ലാവരും പഠിച്ചിരുന്നത്. ആത്മാർപ്പണത്തോടുകൂടി നടത്തുന്ന തീർത്ഥയാത്രയ്ക്ക് എല്ലാവിധ ആശംസകൾ ഞാൻ ആദ്യമായി നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ മാത്രം അർപ്പിച്ച് മക്കയിലും മദീനയിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ ബാക്കിയുള്ളവരുടെ നമ്മുടെ നാടിന് വേണ്ടിയും നിങ്ങളുടെ വീട്ടിന് വേണ്ടിയും കൂടാതെ എനിക്ക് വേണ്ടിയും കൊച്ചിൻ എയർപോർട്ടിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം.